ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും കുറേ കഴിഞ്ഞപ്പം നല്ല വെയിലും മിറ്റമൊക്കെ ആയി. മിറ്റമൊക്കെ ഒന്ന് തോന്നു കിടന്ന സമയത്ത് ഞാൻ മിറ്റമൊക്കെ അടിച്ചു വാരി. അതുകൊണ്ട് ഇന്ന് നേരത്തെ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞു. പിന്നെ എല്ലാവർക്കും വൈകിട്ട് ചായയൊക്കെ ഇട്ട് കൊടുത്തു, ഞാനും കുടിച്ചു. അതുകൊണ്ട് ഇന്ന് എൻ്റെ പണികളെല്ലാം തീർന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മുറ്റത്തൊക്കെ വെറുതെ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞു, മോളെ ഇന്ന് എല്ലാവരും വീട്ടിലുണ്ടല്ലോ, അച്ഛനും ചേട്ടനും എല്ലാവരും ഉണ്ട് വീട്ടിൽ, അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുമോ എന്ന് പറഞ്ഞു. അപ്പം ഇപ്പം ചക്കയുടെ സീസണല്ലേ, അന്നേരം ഇഷ്ടം പോലെ വരിക്കച്ചക്കയുണ്ട്. അപ്പോൾ ചക്ക കൊണ്ട് ഒരു കുഴക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, എൻ്റെ ഓർക്കിഡിനകത്തൊന്നും പൂവൊന്നും ഇല്ലായിരുന്നു, മഴ പെയ്തെല്ലാം പോയി കിടക്കുമായിരുന്നു. ഇപ്പം ചെറിയ മുട്ടുകളൊക്കെ വന്നു തുടങ്ങി, അതൊക്കെ ഇപ്പോൾ പൂത്തും തുടങ്ങി. തെറ്റിയിലൊക്കെ ശരിക്കും പൂക്കളുണ്ടായിരുന്നു. തെറ്റിപ്പൂവൊക്കെ ആണെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ നിൽക്കുന്നതാണ്. ഇപ്രാവശ്യം ഈ ഭയങ്കര മഴ കാരണം പൂവൊക്കെ നേരത്തെ തന്നെ അതങ്ങ് കൊഴിഞ്ഞു പോയി. അങ്ങനെ ഞാൻ മുറ്റത്തെല്ലാം ഇങ്ങനെ ഇറങ്ങി എല്ലാം നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അമ്മ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല വരിക്കച്ചക്ക കുഴക്കട്ടയാണ്. അങ്ങനെ ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് വന്നു. കൊഴുക്കട്ട തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അരിപ്പൊടി, അതും പത്തിരിപ്പൊടിയാണ്, പിന്നെ 1/2 കപ്പ് പുട്ടിൻ്റെ പൊടിയും എടുത്തു. ഇനി ഇതിലേക്ക് ഒരു വലിയ മുറി തേങ്ങ ചിരകിയെടുത്തതാണ്, അതും കൂടെ ഇട്ട് കൊടുത്തു. സാധാരണ നമ്മൾ കുഴക്കട്ടയ്ക്കകത്താണ് നമ്മൾ കൂട്ടൊക്കെ വെക്കുമ്പോൾ അതിലാണ് നമ്മൾ തേങ്ങയൊക്കെ വെക്കുന്നത്. ഇത് ഞാൻ മാവിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 സ്പൂൺ ജീരകം നല്ലതുപോലെ കൈകൊണ്ട് ഞെരടി അതിലേക്ക് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഉപ്പ് മതി, ഒരുപാട് ഉപ്പ് വേണ്ട, കുറച്ച് ഉപ്പും കൂടി ഇട്ടു നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇതുപോലെ നല്ലതുപോലെ ഇളക്കുമ്പം ഈ ജീരകവും ഉപ്പും തേങ്ങയൊക്കെ മാവിലെല്ലായിടത്തും പിടിക്കും. പിന്നെ തേങ്ങ ഇത്തിരി കൂടുതൽ ഇട്ട് കൊടുത്താൽ അത്രയും നല്ലതാണ്. പിന്നെ ഞാൻ ഇപ്പം ഒരു മുറി തേങ്ങയെ ഞാൻ ചേർത്ത് കൊടുത്തോളൂ. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം, നേരത്തെ ഉപ്പിട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ വെള്ളത്തിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, നല്ല തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ച് നല്ലതുപോലെ നമ്മൾ കുഴക്കട്ടയ്ക്കൊക്കെ ഉരുട്ടിയെടുക്കുന്ന രീതിയിൽ ആ പാകത്തിന് മാവ് കുഴച്ചെടുക്കണം. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപ്പിടുന്നത് പോലെ കൂടുതൽ ഉപ്പിടരുത്, കുറച്ച് ഒരു പൊടി ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കാവൂ. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷമേ നല്ലതുപോലെ മയത്തിലൊന്ന് നമുക്ക് കൈകൊണ്ട് കുഴയ്ക്കാൻ പറ്റുള്ളൂ. ഇനി ഇതൊരു പാത്രം കൊണ്ട് ഇതുപോലെ മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് കൈകൊണ്ട് നല്ലതുപോലെ മയത്തിൽ കുഴച്ചെടുക്കാം. ഇത് ചക്ക വരട്ടി വെച്ചിരിക്കുന്നതാണ്. ഇത് വരട്ടി എടുത്ത് വെച്ചിട്ട് ഒരാഴ്ചയായി. ഇത് നമ്മൾ നല്ലതുപോലെ വരട്ടി നെയ്യും ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് നല്ല വരട്ടി എടുത്ത് വെച്ചതാണ്. കണ്ടോ, നല്ല കട്ടിയാണ്. സ്പൂൺ വെച്ച് എടുക്കാൻ തന്നെ അതിൽ നിന്ന് വീഴില്ല, അതുപോലെ നല്ല കട്ടിയായിട്ടിരിക്കുകയാണ്. ഒട്ടും കേടായിട്ടൊന്നുമില്ല, അങ്ങനെ കേടാവത്തൊന്നുമില്ല. ഒരുപാട് നാൾ നമുക്കിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഇനി കുഴക്കട്ട ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇതിൽ തേങ്ങയും ജീരകവും ഒക്കെ മാവിൽ ചേർത്തത്. ഇത് ആണുണ്ടോ, ഇതുപോലെ സ്പൂണിൽ എടുത്തു കഴിഞ്ഞാൽ ആ സ്പൂണിൽ നിന്ന് പോകത്തുമില്ല. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കയ്യിലൊന്നും പറ്റത്തുമില്ല. അത്രയ്ക്ക് നല്ല രീതിയിൽ വരട്ടിയാണ് എടുത്തിരിക്കുന്നത്. കഴിക്കാനും അതുപോലെ നല്ല ടേസ്റ്റാണ്. നമ്മൾ കയ്യിലൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ കയ്യിലൊന്നും പറ്റില്ല, അതുപോലെയാണ് വരട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ളതിനെ നമ്മൾ ഇതുപോലെ അടച്ചങ്ങ് മാറ്റി വെച്ചിരുന്ന ബ്രെഡിൻ്റെ കൂടെയൊക്കെ ജാമ് പോലെ തേച്ച് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവ് നല്ലതുപോലെ നമ്മൾ നല്ല മയത്തിൽ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ മാവെടുത്ത് നല്ലതുപോലെ ഉരുട്ടി കൈയുടെ വെള്ളയിൽ പരത്തി അതിൽ ചക്ക വരട്ടിയത് ഓരോ സ്പൂൺ എടുത്ത് വെച്ച് ഉരുട്ടിയാണ് നമ്മൾ കുഴക്കട്ട ഉണ്ടാക്കുന്നത്.
ഈ ചക്ക വരട്ടിയത് മാത്രമാണ് നമ്മളിതിനകത്ത് വെക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ തേങ്ങയും ജീരകവും ഒക്കെ മാവിലിട്ടത്. അതുകൊണ്ട് ആ മാവ് വെന്ത് കഴിയുമ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് കൂടുതൽ തേങ്ങ ഇട്ടാലും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി ഇതിനെല്ലാം ഇതുപോലെ പരത്തി ഇതിലേക്ക് ഇനി കുറച്ച് ചക്ക വരട്ടിയതും കൂടെ വെച്ച് നല്ലതുപോലെ ഉരുട്ടി നമുക്ക് ഇഡലി പാത്രത്തിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ മാവെല്ലാം ഞാൻ ഉരുട്ടി എല്ലാം റെഡിയാക്കി ഇഡലി പാത്രത്തിൽ വെച്ചു. ഇനി ഇതിനെ അടച്ച് വെച്ച് ഒരു 10-20 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതിവിടെ ഇരുന്ന് വേവട്ടെ. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കാം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത വീട്ടിലെ പട്ടി കിടന്ന് ഭയങ്കര കുര. അതുകൊണ്ടാണ് വീഡിയോയിൽ ഇങ്ങനെ പട്ടി കുരയ്ക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്ന് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ നല്ല വെന്ത ഒരു കുഴക്കട്ടയും നമുക്കിതുപോലെ ഒന്ന് മുറിച്ച് നോക്കാം. കണ്ടോ, ഇതിനകത്ത് നല്ല ചക്ക വരട്ടിയതൊക്കെ ചൂടായപ്പോഴത്തേക്ക് അതൊന്നും കൂടെ അങ്ങ് ലൂസായി. അപ്പോഴത് നല്ലതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല മധുരമൊക്കെയാണ്. പിന്നെ സൂക്ഷിച്ച് വേണം കഴിക്കാൻ. നല്ല ഉരുക്കി ഇരിക്കുന്നത് കൊണ്ട് നല്ല ചൂടാണ്. മാവിന് ചൂട് കുറഞ്ഞാലും അകത്തിരിക്കുന്ന ആ ചക്ക വരട്ടിയതിന് ഭയങ്കര ചൂടാണ്. പക്ഷെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. തേങ്ങയൊക്കെ വെച്ച് നമ്മൾ കഴിക്കുന്ന കുഴക്കട്ടയെക്കാട്ടിയും അടിപൊളിയാണ് ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ ചക്ക വരട്ടിയത് കയ്യിലില്ലെങ്കിൽ ചക്ക ഉണ്ടെങ്കിൽ വരിക്കച്ചക്ക എടുത്ത് കുറച്ചെടുത്ത് ഇതുപോലെ ശർക്കരയും ഏലക്കയും നെയ്യൊക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വരട്ടി എടുത്തിട്ട് അപ്പം തന്നെ നമുക്ക് കുഴക്കട്ട ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.